എനിക്ക് ദേഷ്യം വരുന്നത്. നിന്നെ ചൊറിയാലാണ്. ക്യാപ്റ്റൻ, ഈ സ്ത്രീ എന്നെ അമിതമായി പ്രഷർ തന്നാൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നതായിരിക്കും. ഈ സ്ത്രീ എന്റെ കൂടെ എനിക്ക് ഒറ്റയ്ക്കിടന്ന് പണിയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ചെയ്യത്തില്ല, അത് ഞാൻ നിർത്തിയതാണ്. എന്റെ കൂടെ സാവധാനം നിൽക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ സ്ത്രീ ഭയങ്കര മടിയുള്ള സ്ത്രീയാണ്. അപ്പൊ ഈ സ്ത്രീ എന്റെ കൂടെ നിൽക്കണം ഫുൾ ടൈം. ഈ സ്ത്രീ ഞാൻ എന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അതിനോട് മാത്രമേ ക്യാപ്റ്റന് പറയാനുള്ളൂ. ഈ സ്ത്രീ എന്താ മാങ്ങ വയ്ക്കാൻ പോയി അറിയാം സ്ത്രീക്ക്. ഇല്ലല്ല, ഇവള് എന്ത് ചെയ്യും അവിടെ ഇവളെന്ന് പറയണ്ട പേര്. അനുമോൾ എന്താ ചെയ്യാന്ന് വെച്ചാല് അനുമോൾ കിച്ചണിൽ നിന്ന് ആ ഫുഡ് ഉണ്ടാക്കി കഴിയുന്നവരെ അവിടെ നിന്നോളിക്കും. പക്ഷെ നമ്മ എല്ലാരടുത്തും അത് വേണം. പ്രത്യേകിച്ച് നിങ്ങളും അവിടെ നിന്ന് ജോലി ചെയ്യണം, മനസ്സിലായോ? അതിനിടയിൽ ബാത്റൂമിൽ പോകണം, ടോയ്ലറ്റിൽ പോകണം, കിടക്കണം, കാലുവേദന, കൈവേദന, അതൊന്നും ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോകരുത്. കിച്ചൺ ടീം എന്ന് പറയുന്നത് കോർഡിനേഷൻ വേണം, ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യണം. നടത്തും. ഹലോ, കിച്ചൺ ടീം ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യണം, കോർഡിനേഷൻ വേണം. എല്ലാവർക്കും ഫുഡ് കറക്റ്റ് ടൈമിന് എത്തുന്നോന്നും നിങ്ങളാണ് നോക്കേണ്ടത്, മനസ്സിലായി? അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. നോക്കേണ്ടത് മരുന്ന് കുടിക്കുന്ന ആളല്ല, നിങ്ങളെയൊന്നും ഓർമ്മിച്ചാണ്. മരുന്ന് കുടിക്കുന്ന ആൾക്കാർ ഈ കുട്ടി കുക്ക് ചെയ്യും, ഞങ്ങൾ അരിഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ ടീമിൽ നിന്ന് അനുമോളെ കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉച്ചക്ക് കഴിച്ച കറിയിൽ അനുമോളെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കറിയില്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ചതാ. ഞാനൊരു കുലസ്ത്രീയാണ്. കുലസ്ത്രീയോ എന്ത് സ്ത്രീയോ ആയിരിക്കും, അതൊന്നും നമ്മളെ ബാധിക്കാതെ കിച്ചണിൽ പണിയെടുക്കണം. സമയത്തിന് ഭക്ഷണം കിട്ടി. കണ്ടില്ലേ ഞങ്ങളുടെ ക്യാപ്റ്റൻ അവിടെ തേരാപ്പാര നടക്കുക. എന്തെങ്കിലും അറിയണോ? ക്യാപ്റ്റൻ ചിന്തിക്കാണ് ഇനി അടുത്ത് എന്താണ് നമ്മൾ ഫുഡ് ചിന്തിച്ചാണോ മനുഷ്യന്റെ മുടി അങ്ങനെ പോയാൽ? അതിൽ മുടി കണ്ടാൽ ഞങ്ങളുടെ രണ്ടുപേരുടെ അല്ല ക്യാപ്റ്റന്റെ ആണ്. അതിലൊരു ഉത്തരവാദിത്വം. ക്യാപ്റ്റനെ പറ്റി കാലിന് മുട്ടിന് തേയ്മാനം വരും കേട്ടോ. ചെറിയ പ്രായമാണ്. രണ്ടാഴ്ചയും കൂടെ ഞാൻ ഇങ്ങനെ നടക്കുള്ളൂ. അപ്പൊ തേയ്മാനം വന്ന വീട്ടിൽ ഇതല്ല പരിപാടി. എപ്പോഴും ഇങ്ങനെ നടക്കുന്ന